എന്ന് ഞാൻ മൊമെന്റോ സ്വീകരിച്ചു. അതിനുശേഷം എൻ്റെ ഒരു ആഗ്രഹമായിരുന്നു, നമ്മൾ 3-4 ദിവസം ഇരുന്ന് വർക്ക് ചെയ്ത് ജയരാജും കൂടെ വരണം. അപ്പോൾ ജയരാജു വരുന്ന സമയത്ത് ആസിഫ് അവിടെ നിന്ന് മാറി. കാര്യം ആസിഫിനെ എനിക്ക് സത്യമായിരുന്നു, ആസിഫിനെ എനിക്ക് മൈൻഡ് ചെയ്യാൻ പറ്റിയില്ല. ഐ ആം സോ സോറി. ഞാൻ അതാണ് പറഞ്ഞത്. ഐ ആം വെരി സോറി, വെരി മച്ച് ഫെൽറ്റ്. സോറി സാർ, ഒന്നും കൂടെ പറയാം. ആ ഒരു മാനസികാവസ്ഥ എല്ലാവർക്കും വരാം. ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ അനുഭവിച്ച ഒരു പെയിൻ ഉണ്ട്. കാര്യം എൻ്റെ പേര് മാറ്റി വിളിക്കുന്നു, എൻ്റെ പേര് വേറൊരു പേരിൽ എന്നെ വിളിക്കുന്നു. അപ്പോൾ ഞാൻ എന്ത് കരുതും? എൻ്റെ പേരിൽ വേറൊരു പേരിലാണ് എന്നെ കോൾ ചെയ്തത്. അപ്പോൾ ഓക്കെ, അത് പോട്ടെ എന്ന് വിചാരിക്കാം. ഇന്നിപ്പോ ഇവിടെ ആൽബർട്ട്സ് കോളേജിൽ ഒരു ഇവന്റ് ഉണ്ടായിരുന്നു. നേരത്തെ ഞാൻ കമ്മിറ്റ് ചെയ്തൊരു ഇവന്റ് ആണ്. അപ്പൊ എന്തായാലും നിങ്ങൾ എല്ലാവരും വരുന്നുണ്ടായിരുന്നു, എനിക്ക് അറിയാമായിരുന്നു. അപ്പൊ അതാണ് ഞാൻ ഇവിടെ ഇന്ന് ഈ ഒരു അവസരത്തിൽ പറയാമെന്ന് തീരുമാനിച്ചു. സിനിമയിലെ സഹപ്രവർത്തകർ ഉൾപ്പെടെ സീനിയർ താരങ്ങൾ ഉൾപ്പെടെ പറയുന്നത് രമേശ് നാരായണ ഒരു ഗർവ് കാണിച്ചു. അത് ആസിഫ് അലിയെ പോലെ ഒരു ജൂനിയർ ആർട്ടിസ്റ്റ് നിന്ന് വാങ്ങാനുള്ള എന്തോ കുറവ് കൊണ്ട് അദ്ദേഹം അങ്ങനെ പ്രകടിപ്പിച്ചു. ഇത് മാത്രമല്ല, ഇന്നലെ അദ്ദേഹത്തിന്റെ പ്രതികരണം അത് ആ സന്ദർഭത്തിന് ഉചിതമായ പ്രതികരണമല്ല, വിശദീകരണമല്ല പറഞ്ഞു. അതുകൊണ്ട് ഒരു സ്വാഭാവിക ബോധപൂർവമായ ഒരു നടപടിയാണ് അദ്ദേഹത്തിന്റെ ഭാഗത്ത് നിന്ന് വന്നത് എന്ന് പറയുന്നത് പൊതുവിലയിരുത്തണം. എതിരെ നിൽക്കുന്നവന്റെ മനസ്സൊന്ന് അറിയാൻ ശ്രമിച്ചാൽ തീരുന്ന പ്രശ്നങ്ങളല്ലേ ഉള്ളൂ, അത് കുഴപ്പമില്ല. നമസ്കാരം. അപ്പം ഇന്ന് പറയാനുള്ളത്, ഇപ്പം നമ്മുടെ കേരളക്കരയിൽ ഉള്ള സംഭവബഹുലമായിട്ടുള്ള കാര്യങ്ങളിൽ ലേറ്റസ്റ്റ് ആയിട്ടൊരു കാര്യം വന്നിരിക്കുന്നത്, സംഗീതജ്ഞൻ രമേശ് നാരായണൻ ആസിഫ് അലിയെ ഒരു അവാർഡ് ഫംഗ്ഷനിൽ വെച്ച് അവോയ്ഡ് ചെയ്തു എന്നുള്ളത് ഒരു വലിയൊരു വിവാദമായി മാറിയിരിക്കുകയാണ്. ആസിഫ് അലി, രമേശ് നാരായണൻ കോൺട്രിവേഴ്സി എന്നൊക്കെ പറഞ്ഞ് വലിയ സംഭവം നടക്കുകയാണ്. അപ്പോൾ ആൾക്കാർ പല രീതിയിലൊക്കെ പറയുന്നുണ്ട്, കള്ളത്താടി, ജാടക്കാരൻ എന്ന് വെച്ചാൽ രമേശ് നാരായണൻ. ഇപ്പോൾ രമേശ് നാരായണൻ അറിയാൻ പാടില്ലാത്തൊരു പുള്ളി താടിയൊക്കെ ഉള്ളൊരു വ്യക്തിയാണ്. അത് എല്ലാവർക്കും അറിയാൻ പറ്റും, പക്ഷെ ചിലപ്പോൾ പേര് കേട്ടാൽ അറിയാൻ പറ്റാത്ത മേഘമൽഹാർ എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ടൊക്കെ ചെയ്ത, എന്നും നിന്റെ മൊയ്തീൻ എന്നുള്ള സിനിമയിൽ പാട്ടൊക്കെ ചെയ്ത, അങ്ങനെ ഐക്കോണിക് ആയിട്ടുള്ള പല പാട്ടുകളൊക്കെ ചെയ്ത, കർണാട്ടിക് ഹിന്ദുസ്ഥാനി മ്യൂസിക്കിലൊക്കെ പ്രാവീണ്യമുള്ള, ഒരുപാട് നാളായി ഇൻഡസ്ട്രിയിലുള്ള, ഇപ്പോൾ 64 വയസ്സോളം ഒക്കെ ഉള്ള ഒരു സീനിയർ ആർട്ടിസ്റ്റാണ് ഈ രമേശ് നാരായണൻ എന്ന് പറയുന്നത്. അപ്പോൾ പുള്ളി ആസിഫ് അലി അവോയ്ഡ് ചെയ്തു എന്നൊക്കെ പറഞ്ഞു. ആസിഫ് അലിക്ക് വേണ്ടി സപ്പോർട്ട് ചെയ്ത് കുറേ ആൾക്കാർ മെസ്സേജൊക്കെ ഇടുന്നു. അങ്ങനെ നീ ജാടത്തെണ്ടിയാണ്, കള്ള താടിയാണ്, നീ ആസിഫ് അലി അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നീ ആരാടാ, നിന്നെ പോലൊരു മനുഷ്യൻ ഉണ്ടെന്ന് തന്നെ ഞങ്ങൾ അറിയുന്നത് അതുകൊണ്ടാണ്, ആസിഫ് അലിയുടെ കൂടെ നിന്റെ പേര് ചേർക്കപ്പെട്ടുകൊണ്ടാണ്, ഈ കോൺട്രിവേഴ്സ് വന്നുകൊണ്ടിട്ടാണ് എന്നൊക്കെ പറഞ്ഞ ആൾക്കാർ മെസ്സേജ് ഇടുന്നു. അപ്പോൾ ഞാനിത് കണ്ട്, അപ്പോൾ എനിക്ക് മനസ്സിലായില്ല ഇത് എന്തുകൊണ്ടായിരുന്നു. അപ്പോൾ ആസിഫ് അലിയെ കാരണമാണ് അയാൾ അറിയപ്പെടുന്നതെന്ന് പറഞ്ഞാൽ, അയാളുടെ സീനിയർ ആർട്ടിസ്റ്റാണ് ആ വ്യക്തി, ആ മ്യൂസിക് അയാൾ കമ്പോസറാണ്, അയാൾ സിംഗറാണ്, അയാൾ പ്രൊഡ്യൂസറാണ്. അയാൾ ഈ മലയാളത്തിൽ മാത്രമല്ല മറ്റു പല ഭാഷകളിലും അയാൾ കമ്പോസ് ചെയ്തിട്ടുണ്ട്, അയാൾ കഴിവ് തെളിയിച്ചിട്ടുണ്ട്. ഐക്കോണിക് ആയിട്ടുള്ള ഹിന്ദി ഗാനങ്ങൾ വരെ അയാൾ കമ്പോസ് ചെയ്ത് പാടിയിട്ടുണ്ട്. തമിഴിൽ അയാൾ വർക്ക് ചെയ്തിട്ടുണ്ട്. മലയാളത്തിൽ ഇങ്ങനെയുള്ള ചെയ്ത എല്ലാ വർക്കുകളും നല്ല ഐക്കോണിക്കാണ്. ചവർമാരി കുറേ ചെയ്തിട്ടില്ലെങ്കിലും ഉള്ളത് ക്വാളിറ്റിയാണ്. അപ്പോൾ അങ്ങനെ ഒരു ആർട്ടിസ്റ്റാണ് അയാൾ. അപ്പോൾ ഞാൻ കമന്റ് ഇട്ടത്, ആസിഫിനോട് അപ്രീതിയൊന്നും ഇല്ല, പക്ഷേ എങ്കിലും ആൾക്കാർക്ക് വിവരമില്ലാത്തതുകൊണ്ടിട്ടാണ് അയാൾക്ക് നിനക്കൊന്നും മനസ്സിലാവാത്തത്. അല്ലാണ്ട് ആസിഫ് അലി, അയാളുടെ രോമത്തിന്റെ വില പോലും ആസിഫ് അലിക്കില്ല. ആസിഫ് അലി ഇന്നലെ വന്ന നടനാണ്. ആസിഫിനോടൊരു അപ്രീതിയൊന്നുമില്ല. അത് ആസിഫ് അലി അത് തെളിയിക്കുകയും ചെയ്തു. ആസിഫ് അലിയുടെ ആ ഒരു പക്വതയും പാകതയും ഒരു എന്താ പറയുക നന്മയും ഒക്കെ ആസിഫ് അലി പ്രകടിപ്പിച്ചു ഇതിനോടകം. ആസിഫ് അലി മീഡിയയിൽ വന്ന് പറഞ്ഞു, അത് അങ്ങനെയല്ല സംഭവം, ഒരു ഹ്യൂമൻലി ആയിട്ട് സംഭവിക്കാന്നുള്ള തെറ്റുകൾ മാത്രമേ സംഭവിച്ചിട്ടുള്ളൂ. അദ്ദേഹം ഒരു കൺഫ്യൂഷനിലായി പോയി. അദ്ദേഹത്തിന് മനസ്സിൽ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അദ്ദേഹം കൂടെ വർക്ക് ചെയ്ത് ഡയറക്ടറിന്റെ ഒപ്പം നിന്ന് അയാളുടെ കൂടെ നിന്ന് മൊമെന്റോ മേടിക്കണം, അയാളുടെ അംഗീകാരം മേടിക്കണം എന്ന ഒരു പ്രീ ഡിറ്റർമൈൻഡ് ഒരു മൈൻഡ് പുള്ളിക്ക് ഉണ്ടായിരുന്നു. അതിൻ്റെ ഇടയിൽ പുള്ളിയുടെ പേര് തെറ്റായി വിളിച്ചു. ആ കാര്യത്തിനെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് ഓൺലൈനിൽ നോക്കിയാൽ മനസ്സിലാവും. അപ്പോൾ പുള്ളി ആ ഒരു കൺഫ്യൂഷനിലായിരുന്നു. അപ്പോൾ ആസിഫ് അലിയെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല പുള്ളിക്ക് ആ കൺഫ്യൂഷനിൽ. അപ്പോൾ ആസിഫ് അലി അത് മനസ്സിലാക്കുന്നുണ്ട്, പുള്ളിയും അത് പറയുന്നുണ്ട്, മീഡിയയിൽ ഒന്ന് ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്നുണ്ട്. പുള്ളി ആസിഫ് അലിയെ വിളിച്ചു, നിന്നെ എനിക്കൊന്ന് സംസാരിക്കണം, നിന്നോട് എനിക്കൊന്ന് സംസാരിക്കണം, ഒന്ന് കാണണം എന്ന് പറഞ്ഞ് ആസിഫ് അലി വിളിച്ചു. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അവർ തമ്മിൽ സെറ്റാണ്. അവർക്ക് രണ്ടുപേർക്കും ഇല്ലാത്ത പ്രശ്നമാണ് ഈ നാട്ടുകാർക്ക് മീഡിയ അയക്കും. അത് മീഡിയ കുത്തിവെക്കുന്ന വിഷം. ആസിഫ് അലി ഇതിന് വന്നൊരു വിശദീകരണം കൊടുക്കുന്ന വീഡിയോ ഓൺലൈനിൽ കിടക്കുന്നുണ്ട്. അത് കണ്ടിട്ട് കൂടിയിട്ടാണ് ഞാനിപ്പോൾ ചെയ്യുന്നത്. ഒരു കാര്യത്തെ പറ്റി അഭിപ്രായം പറയുമ്പോഴത്തേക്കും ഒരു ഭാഗത്തുനിന്ന് മാത്രം പറയുന്നില്ല. പക്ഷേ ഇത് പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. ഇത് കാണുമ്പോൾ നമുക്കറിയാം ഇങ്ങനെ തെറ്റ് പറ്റിയതാണ്. പക്ഷെ അവർ ഇരുവരുടെ ഭാഗത്തുനിന്നും അവരവരായിട്ടുള്ള അഭിപ്രായങ്ങൾ പറഞ്ഞു, അവരുടെ ക്ലാരിഫിക്കേഷൻ തപ്പിക്ക് ഇരു കൂട്ടർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായി. അതിനുള്ള ആസിഫ് അലി കൂടി മീഡിയ ക്ലാരിഫിക്കേഷൻ കൊടുക്കുന്ന ഇടക്ക് മീഡിയ ചോദിക്കുന്ന ചില ചോദ്യങ്ങളൊക്കെ ഉണ്ട്. ആസിഫ് അലി മനഃപൂർവ്വം അവോയ്ഡ് ചെയ്യാൻ നോക്കിയതല്ലേ, അങ്ങനെ അവിടെ നിന്നുകൊണ്ട് അങ്ങനെ ചെയ്യാൻ പാടുണ്ടോ, ആസിഫ് അലി ഇവിടെ വന്ന് ഇങ്ങനെ ഒരു ക്ലാരിഫിക്കേഷൻ ഞങ്ങൾക്ക് തരുന്നത് തന്നെ ആസിഫ് അലിക്ക് വിഷമമില്ലാഞ്ഞിട്ടാണോ, അല്ലെങ്കിൽ വിഷമമില്ലെങ്കിൽ പിന്നെ ആസിഫ് അലി ഇങ്ങനെ മറുപടി തരുമോ, വിഷമം ഉണ്ടായിട്ടല്ലേ ആസിഫ് അലി ഞങ്ങളോട് വന്ന് ഇത്രയും വലിയ വിളംബരം നിൽക്കുന്നതെന്നൊക്കെ പറഞ്ഞ് വേറെ ഏതോ ഒരു നറേറ്റീവിലൊക്കെ പോകുന്നു. അപ്പൊ ഇങ്ങനെയുള്ള മാധ്യമ പ്രവർത്തനങ്ങൾ അതിന്റെ കച്ചവടമൊക്കെ എല്ലാവർക്കും അറിയാം. അപ്പൊ അത് കണ്ടുപിടുക എന്നുള്ളത് മാത്രം പ്രേക്ഷകർ എന്നുള്ള രീതിയിൽ ആൾക്കാർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതിനകത്ത് എൻഗേജ്ഡ് ആയി അതിനകത്ത് വേറൊരു നറേഷൻ അവർ പറഞ്ഞ്
ഇല്ലാത്ത 8 ക്യാമ്പയിൻ ഉണ്ടാക്കി. ഇതിന്റെയൊക്കെ ആവശ്യം തിരിക്കുന്നു. അപ്പൊ ഇതിനെ തുടർന്ന് എന്റെ കമന്റിൽ വേറെ കുറെ കമന്റുകളൊക്കെ വന്നു. വേറൊരു വ്യക്തി തുടരെ എനിക്ക് മറുപടി അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പുള്ളി ഇങ്ങനെ പറയുന്നത് ഒരു ആസിഫ് അലി മനുഷ്യനല്ലേ, ആസിഫ് അലിക്ക് വിഷമം ഉണ്ടാവൂലേ, അപ്പൊ നിങ്ങളാണ് ആസിഫ് അലിയുടെ സ്ഥാനത്തെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുമെന്ന് പറഞ്ഞാൽ എന്നോട് ചോദിക്കും. അപ്പൊ ഞാൻ പറഞ്ഞു ഞാൻ ആസിഫ് അലിയാണെങ്കിൽ എനിക്ക് വിഷമമൊന്നും തോന്നില്ല. മേത്ത് കൈവെക്കാത്തടത്തോളം കാലം നമുക്കൊരു കുഴപ്പമൊന്നുമില്ല. ഒഴിവാകാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി വിടും. അത് ആസിഫ് അലി ആയാലും കൊള്ളാം, ഞാനിപ്പോൾ ഞാനായിട്ട് നിൽക്കുന്ന അവസ്ഥയിലായാലും കൊള്ളാം. ഇനി ആസിഫ് അലിയുടെ പൊസിഷനിലായാലും ഏത് പൊസിഷനിലായാലും നമ്മളുടെ ഒരു ബോർഡർ ഉണ്ട്. അതിലേക്ക് കിടക്കാത്തവന്റെ അടുത്ത് മാത്രമേ നമുക്ക് വേറെ കുഴപ്പങ്ങളില്ലാതുള്ളൂ. അത് ഭേദിക്കാതിരിക്കുക. അല്ലാണ്ടുള്ള കാര്യങ്ങൾ ഒഴിവാക്കി വിടാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഒഴിവാക്കി വിടുക എന്നുള്ളതാണ്. അതാണ് ഒരു മനുഷ്യന്റെ പക്വതയുടെ ഭാഗം എന്ന് പറയുന്നത്. അപ്പൊ അത് മനസ്സിലാക്കാൻ നോക്കുക. അല്ലാണ്ട് ഇല്ലാത്ത കാര്യത്തിന് ഈഗോ പിടിച്ചിട്ട് അയാൾ എന്നെ മാനിച്ചില്ല, ഇയാൾ എനിക്ക് വേണ്ട പ്രാധാന്യം തന്നില്ല എന്നൊക്കെ ചിന്തിക്കുന്നത് അവിടെ നിന്ന് തന്നെ പ്രശ്നങ്ങൾ തുടങ്ങും. ആ ചിന്ത തന്നെയാണ് ഏറ്റവും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പൊ ആ ചിന്തയുമായിട്ട് നടക്കുന്നവന് കഞ്ഞിക്കരി കിട്ടൂലെന്ന് മാത്രമല്ല അവന് ഒരു കാലത്തും ബഹുമാനം കിട്ടാൻ വേണ്ടി പോകുന്നില്ല. കാരണം അവനിങ്ങനെ ബഹുമാനം പിടിച്ചു പഠിക്കാൻ നടക്കുകയാണ്. അപ്പൊ അതിനെക്കുറിച്ച് ബോധമായിട്ടൊന്നും കാര്യമൊന്നുമില്ല. അത് ആസിഫ് അലിയുടെ ഭാഗത്ത് ആസിഫ് അലിനെ അഭിനന്ദിച്ചാൽ തീരുമില്ല. അതുപോലെയുള്ള സംസാരങ്ങളാണ് ആസിഫ് അലി മീഡിയയിൽ വന്ന് പറഞ്ഞത്. അതിലൊക്കെ വളരെ സന്തോഷമുണ്ട്. ആസിഫ് അലിക്ക് നല്ല അഭിമോദനങ്ങളും അതിന് അറിയിക്കേണ്ടതുണ്ട്. അപ്പൊ ഇതാണ് അഭിപ്രായം. ആസിഫ് അലിക്കും പ്രശ്നമില്ല, അയാൾക്കും പ്രശ്നമില്ല. ഇനി ഞാനാണ് ആസിഫ് അലി എങ്കിൽ എനിക്കും പ്രശ്നം ഉണ്ടാവില്ല. അങ്ങനെ ഒരാൾക്കും പ്രശ്നം ഉണ്ടാകരുത് ഇങ്ങനെയുള്ള കാര്യത്തിന്. അപ്പൊ അത് ഈ വ്യക്തിയോട് പറയണമെന്നുണ്ടായിരുന്നു, ജനറൽ ഓഡിയൻസിനോടും ഒന്ന് പറയണമെന്നുണ്ടായിരുന്നു. അപ്പൊ ടേക്ക് കെയർ.